നമസ്കാരം. കേരളം അതിദരിദ്രർ, അണ്ടർലൈനിട്ട് കേൾക്കണം, ദരിദ്രരല്ല, അതിദരിദ്രർ ഇല്ലാത്ത കേരളമായിരിക്കുന്നു. കേരളപ്പിറവി ദിനത്തിൽ തലസ്ഥാനത്ത് ഇന്ത്യയിലെ തന്നെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത, അതിദരിദ്രർ ഇല്ലാത്ത, പട്ടിണി കിടക്കാത്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആ ചടങ്ങിലേക്ക് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ എന്നിവരെ സർക്കാർ ക്ഷണിച്ചു. മൂവരും എത്താമെന്ന് സമ്മതിക്കുകയും ചെയ്തു. കെങ്കേമമായി ആഘോഷിക്കാൻ വേണ്ട നടപടികൾ എടുത്തു വരുമ്പോൾ മോഹൻലാലും കമൽഹാസനും എത്തില്ല എന്ന അറിയിപ്പ് വന്നു. രോഗാതുരനായി 8-9 മാസക്കാലം ചികിത്സയും വിശ്രമമൊക്കെ ആയിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹൈദരാബാദിൽ എവിടെ പാട്രിയറ്റിൻ്റെ ഷൂട്ടിങ്ങിനും പോയി. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ എറണാകുളത്തെത്തിയിട്ട്. ആ മമ്മൂട്ടി മാത്രം ചടങ്ങിനെത്തി. 8-9 മാസക്കാലമായി പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത മമ്മൂട്ടിയെ തലസ്ഥാന നഗരി ഗംഭീരമായി സ്വീകരിച്ചു എന്ന് തന്നെ പറയാം. സമ്പന്നമായ സദസ്സ് മമ്മൂട്ടിയെ ആ സ്നേഹം അറിയിച്ചു. മുഖ്യമന്ത്രി അതിദരിദ്രർ ഇല്ലാത്ത നമ്മുടെ സംസ്ഥാനത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മമ്മൂട്ടി വേദിയിലേക്ക് വന്നിടം മുതൽ മുഖ്യമന്ത്രിയോട് എന്തൊക്കെയോ പറഞ്ഞ് മുഖ്യമന്ത്രിയെ നന്നായി ചിരിപ്പിക്കുന്നുണ്ട്. മമ്മൂട്ടി ഇരുന്നതിൻ്റെ ഇടതുവശത്ത് നമ്മുടെ സ്പീക്കർ ഷംസീറാണ് ഇരുന്നത്. പുറകിൽ നമ്മുടെ MP ആയ ജോൺ ബ്രിട്ടാസ്. ഇരുവരും മമ്മൂട്ടിക്ക് പ്രിയപ്പെട്ടവരാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരായതുകൊണ്ടായിരിക്കാം ശരിക്കും മമ്മൂട്ടി ആസ്വദിച്ചു എന്നുള്ളതാണ്. ഈ 3 പേരുടെ ഇടയിലിരുന്ന്, ജോൺ ബ്രിട്ടാസിൻ്റെയും ഷംസീറിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഇടയിലിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു മമ്മൂട്ടി എന്ന് ഞാൻ പറയും. മൈക്കിന് മുന്നിൽ വന്ന മമ്മൂട്ടി പറഞ്ഞത്, ഒരുപാട് പ്രതിസന്ധികളെ കേരള ജനങ്ങളോട് തോൾ ചേർന്ന് നിന്നാണ് നമ്മൾ അതിജീവിച്ചത്. പ്രതിസന്ധികളെയെല്ലാം, വെള്ളപ്പൊക്കമായാലും കൊറോണ ആയാലും ഏതായാലും. സ്വാതന്ത്ര്യ അനന്തര കാലത്തേക്കാൾ ദാരിദ്ര്യം ഒരുപാട് കുറഞ്ഞ് ഈ നിലയിലെത്തിച്ചത് നമ്മുടെ സാമൂഹിക ബോധമാണെന്നും ലോകത്തെ അതിസമ്പന്ന രാജ്യങ്ങളുടെ 20-1 പോലുമില്ലാത്ത കേരളമാണ് ഇത്ര വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയതെന്നും ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തരായിട്ടുള്ളൂ എന്നും ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിലുണ്ട് എന്നും മമ്മൂട്ടി പറഞ്ഞു വച്ചു. രാജപാതകളും വലിയ കെട്ടിടങ്ങളും കൊണ്ട് മാത്രം വികസനമാകില്ല. വികസിക്കേണ്ടത് സാമൂഹ്യ ജീവിതമാണ്. അതിന് ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു നീക്കണം. ഏത് കണ്ണഞ്ചിക്കുന്ന വികസനമുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുന്നിൽ ഒരു വികസനത്തിനും വിലയില്ല എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ആ വയറുകൾ കൂടി പരിഗണിച്ചാണ് വികസനങ്ങൾ കാണേണ്ടതും പൂർത്തിയാക്കേണ്ടതും. കേരളത്തിന് എന്നേക്കാൾ വയസ്സ് കുറവാണ്. കേരളം എന്നേക്കാൾ ചെറുപ്പമാണ്. സന്തോഷവാനായി മമ്മൂട്ടി പറഞ്ഞു വെച്ചതാണ്. മമ്മൂട്ടിയുടെ ഈ അർത്ഥഗർഭമായ പ്രസംഗം ലൈവായി കേട്ട മല്ലിക ചേച്ചി, നമ്മുടെ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രൻസിൻ്റെയും അമ്മ മല്ലിക ചേച്ചി എന്നെ വിളിച്ചു. ഇങ്ങനെ സത്യസന്ധമായി പ്രസംഗിക്കാൻ ഒരു മമ്മൂട്ടിക്കേ കഴിയുള്ളൂ ദിനേശ്. കണ്ടു പഠിക്കണം പുതിയ തലമുറ എന്നാണ് മല്ലിക ചേച്ചി പറഞ്ഞത്. സത്യസത്യമായി പറഞ്ഞു. ഇത് താങ്കളുടെ ചാനലിലൂടെ പറയണം. ഞാൻ പറഞ്ഞു, പറയാം ചേച്ചി, ഉറപ്പായിട്ട് ഞാൻ പറയാം. ഇത് ഞാൻ പറഞ്ഞു എന്നൊന്നും പറയണമെന്നില്ല. പക്ഷേ ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മുഖ്യമന്ത്രിയുടെ പ്രസൻസിൽ അതിദാരിദ്ര്യം മാത്രമേ തുടച്ചു നീക്കിയിട്ടുള്ളൂ എന്നും ദാരിദ്ര്യം ഇനിയും ബാക്കി നിൽക്കുന്നു എന്ന് പറയാൻ ഒരു മമ്മൂട്ടിക്കേ കഴിയുള്ളൂ എന്നാണ് മല്ലിക ചേച്ചി പറയുന്നത്. അന്ന് തന്നെ മമ്മൂക്ക മധുസാറിനെ നേരിൽ കണ്ണമുന്നിലുള്ള വീട്ടിൽ ചെന്ന് കണ്ടു. അസുഖബാധിതനായിരുന്നപ്പോൾ ഞാൻ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു, മധുസാറിന് എന്തോ മമ്മൂട്ടിയോടൊന്ന് സംസാരിക്കണം. അപ്പോൾ അദ്ദേഹം ആരുടെയും ഫോൺ എടുക്കാത്ത സമയമാണ്. മമ്മൂക്ക എന്ത് ചെയ്യുന്നു വെച്ചാൽ, അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ് എല്ലാ കാര്യത്തിനും മധുസാർ ആശ്രയിക്കുന്നത്. ബാബു, എനിക്ക് മമ്മൂട്ടിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇടവേള ബാബു നേരെ മദ്രാസിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു.
വിളിക്കാൻ പറ എന്നല്ല മമ്മൂക്ക പറഞ്ഞത്. മദ്രാസിൽ ഇരുന്നുകൊണ്ട് മമ്മൂക്ക മധുസാറിനെ വിളിച്ച് സംസാരിച്ചു. അത്രയും ആത്മബന്ധമുണ്ട് അവർ തമ്മിൽ. കണ്ണമുലിയിലെ ശിവഭവനത്തിൽ മധുസാറിനെ കാണാൻ ചെന്ന മമ്മൂക്ക പറഞ്ഞത് എൻ്റെ സൂപ്പർ സ്റ്റാറാണ് മധുസാർ എന്നാണ്. ആലോചിച്ച് നോക്കൂ, എൻ്റെ സൂപ്പർ സ്റ്റാർ എന്നാണ് മധുസാറിനെ മമ്മൂക്ക വിളിച്ചത്. കാട്ടുപൂക്കളം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാനായിട്ട് ചെമ്പിൽ മധുസാർ ചെന്ന കാലത്ത്, ആലോചിച്ച് എത്ര വർഷം, 10-50 വർഷം മുമ്പാണ്. മമ്മൂക്ക തുഴഞ്ഞു ചെന്ന, ഷൂട്ടിംഗ് കാണാൻ ചെന്നത് വള്ളത്തിലാണ്. ആ വള്ളത്തിൽ കയറിയ കഥയടക്കം മധുസാറിൻ്റെ മുന്നിലിരുന്ന് മമ്മൂക്ക പറഞ്ഞു. ഇങ്ങനെ വീട്ടിലിരുന്നാൽ മതിയോ, ക്യാമറ ഫ്രണ്ടിലേക്കൊക്കെ പോണ്ടേ എന്ന് മമ്മൂട്ടി ചോദിച്ചു. ഈ ശരീരത്തിനും പ്രായത്തിനും അനുസരിച്ചുള്ള വേഷം വരട്ടെ, വെറുതെ ഒരു വേഷത്തിനായി ഇനി ഞാനില്ല എന്നായി മമ്മൂക്ക, അല്ല മധുസാർ. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞത് എനിക്ക് നല്ല ഫീൽ ചെയ്തു. എന്നെ വന്ന് കണ്ടല്ലോ, ഞാൻ ഹാപ്പിയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യം, എത്രയോ പ്രാവശ്യം കമൽഹാസൻ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വന്നു, രജനീകാന്ത് വന്നു തിരുവനന്തപുരത്ത്. രജനീകാന്തിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആളാണ്, കമൽഹാസൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആളാണ്. അവർക്കാർക്കും തോന്നാത്ത, മധുസാറിന് പരാതിയും പരിഭവമൊന്നുമില്ല. പക്ഷേ മമ്മൂട്ടി എന്നെ കാണാൻ വന്നപ്പോൾ മധുസാർ അറിയാതെ പറഞ്ഞതാണ്, എന്തായാലും എന്നെ വന്ന് കണ്ടല്ലോ, ഞാൻ ഹാപ്പിയാണ്. അതാണ് മമ്മൂട്ടി. നമസ്കാരം. ഞാനൊരു 5-8 മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അത് ഈ കേരളപ്പിറവി ദിനം തന്നെ ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരളത്തിനേക്കാൾ ഒരു 4-5 വയസ്സ് കുറവാണ്. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ 20-1 ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത്. ഒരുപാട് സാമൂഹിക സേവന രംഗത്ത് നമ്മൾ ഒരുപാട് മുന്നിലാണ്, മറ്റു വളരെയധികം അപേക്ഷിച്ച് മുന്നിലാണ്. ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെ, നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. ഒരുപാട് പ്രതിസന്ധികളെ കേരള ജനത തോളോട് തോൾ ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു ഈ നിലയിൽ എത്തിച്ചതും നമ്മുടെ സാമൂഹ്യ ബോധമാണ്, നമ്മുടെ സാമൂഹ്യ സമ്പത്താണ്. പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റതിർവരുമ്പുകളില്ലാതെ ഉള്ള നമ്മുടെ സാഹോദര്യവും തന്നെയാണ്. ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവ്വം അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നും അതുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8-9 മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ എറണാകുളത്തുനിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു 6-7 മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിചാരിക്കും. അത് വികസനം തന്നെയാണ്. പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ്? രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല.
വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ്. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ. എൻ്റെ അറിവിലില്ല. കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ്. കേരള ജനത അതിൻ്റെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട്. ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോള് ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം, ദാരിദ്ര്യത്തെ അതിജീവിക്കാം. അത് രസകരമായ ഒരു കഥയാണ് പറയുന്നത്. അഭിനയിച്ചിരിക്കുന്നത് സിനിമാ നടൻ ഹരിശ്രീ അശോകന്റെ മകനാണ്. അപ്പോൾ ഇപ്പം മിക്ക സിനിമകളും ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് സുരേഷ് ഗോപിയുടെ മകൻ, ഇങ്ങനെ ഒരുപാട് ഈ മലയാളം നമ്മൾ എവിടെ വന്നു കഴിഞ്ഞാലും ആ സിനിമ വന്നു കഴിഞ്ഞാലും സിനിമാ നടന്മാരുടെ മക്കൾക്ക് മാത്രമേ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൂ. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പൃഥ്വിരാജുമായിട്ട് എനിക്ക് വലിയ ഗംഭീരമായിട്ട് പറയേണ്ട കാര്യം, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ക്ലോസ് ഷോട്ട് വരെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ സ്ക്രീനിൽ വന്നപ്പോൾ ഞാൻ പൃഥ്വിരാജിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു ബ്ലറായിട്ട് നിൽക്കുന്നത്. സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ആഹാരം നിൽക്കണമെങ്കിൽ നമ്മൾ മറ്റേ ആശുപത്രിയിൽ നമ്മൾ മരുന്ന് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കൂലേ, അതേപോലെ നമ്മൾ നിൽക്കേണ്ട ഗതികരാണ് ആഹാരം. നമുക്കത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊന്നും ഒരു പുല്ല് വിലയില്ല. അല്ലെങ്കിൽ ഈ സിനിമാക്കാർ മനസ്സിലാക്കണം, ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഈ സിനിമ വിജയിക്കുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാവും. ഒരു ക്രൗഡ് ആണെങ്കിലും നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർ പോയി വെയിലത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കുള്ളൂ. ബാക്കിയുള്ളവന്മാർ സിനിമാ നടന്മാരുടെ മക്കളൊക്കെ സിനിമാ നടന്മാരും എല്ലാവരും കൂടെ എവിടെ പോയിരിക്കും, അവരൊക്കെ കാരവണിലിരിക്കും. ഈ സിനിമാ നടൻ ഹരിശ്രീ അശോകൻ്റെ മകനാണ് അർജുന അശോകനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അർജുന അശോകൻ ഈ ക്യാരക്ടർ, ഈ തലവര എന്നൊരു സിനിമ ചെയ്തതിൽ ഈ അർജുന അശോകൻ്റെ ക്യാരക്ടർ എന്നെപ്പോലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന ഒരു പാവപ്പെട്ട ഏതെങ്കിലും ഒരു പയ്യൻ ആ ഒരു ക്യാരക്ടർ കൊടുത്തിരുന്നെങ്കിൽ ഈ സമൂഹത്തിൽ ആ ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും എല്ലാവർക്കും ഒരു വൻ പ്രചോദനമായിരുന്നു. മനസ്സിലായില്ലേ? എന്നാലും അവർക്ക് ചാൻസ് കൊടുക്കൂല. അവർക്ക് ചാൻസ് അവർ വളർന്നു പോകുമ്പോൾ അവരെ കുടുംബത്തിലുള്ളവരെ അവർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയുള്ളൂ. മറ്റുള്ളവർ വളർത്തിയെടുക്കാൻ ഒരിക്കലും ശ്രമിക്കൂല. ഈ സ്ട്രഗിളൊക്കെ എടുത്ത് പോകുന്ന ഒരാൾ അയാളുടെ തലവര മാറുമോ ഇല്ലയോ എന്നുള്ള സംഭവങ്ങളാണ് പടത്തിൽ പറയുന്നത്. ടൈറ്റിൽ പോലെ തന്നെ ഒരാളുടെ തലവര, അയാളുടെ തലവര എന്താകും എന്നുള്ള സംഭവമാണ് പറയുന്നത്. എന്നോട് ഒരു സിനിമാ കമ്പനി ഉടമയുടെ, പ്രശസ്തനായ ഒരു സിനിമാ കമ്പനി ഉടമയുടെ മകൻ ഒരിക്കലും കാർ യാത്രക്കിടയിൽ അർത്ഥഗർഭമായൊരു ചോദ്യം ചോദിച്ചു. ദിനേശേ, ഇപ്പോൾ സിനിമയ്ക്ക് കാശിറക്കുന്ന നിർമ്മാതാവിനും സീൻ എടുക്കുന്ന സംവിധായകനും ചിത്രത്തിലെ നായകനും നായികയ്ക്കും ഒന്നും പഴയതുപോലെ വിലയില്ലാത്തതിൻ്റെ കാര്യം അറിയാമോ? അവനില്ല, പറയണം. അനുഭവസമ്പന്നരല്ലേ, പറയട്ടെ എന്ന് വെച്ചു. എൻ്റെ അച്ഛൻ ഇരിക്കുന്ന ഓഫീസിൽ കയറി വരണമെങ്കിൽ അച്ഛൻ്റെ സമ്മതം ചോദിക്കണം, അല്ലാതെ ഒരാളെയും കടത്തി വിടില്ല വെളിയിൽ നിൽക്കുന്ന ആൾ. അത് സത്യം മാഷായാലും പ്രേം നസീറായാലും മധു സാറായാലും അച്ഛൻ പറയണം, ഇരിക്കി മധു ഇരിക്കി, അല്ലെങ്കിൽ സത്യൻ ഇരിക്കി, നസീർ ഇരിക്കി എന്ന് അച്ഛൻ പറഞ്ഞല്ലാതെ അവരിയ്ക്കില്ലായിരുന്നു അച്ഛൻ്റെ മുമ്പേ. ഇവർക്ക് താഴെയുള്ളവരെ ആരെയും അച്ഛൻ്റെ റൂമിൽ കയറി കാണാനുള്ള പെർമിഷൻ കൊടുക്കാറുമില്ല. ഷൂട്ടിങ്ങിന് അച്ഛൻ വന്നിറങ്ങിയാൽ ഏത് കൊടി കെട്ടിയവന്മാരായാൽ പോലും എണീറ്റ് നിൽക്കും. സംവിധായകൻ, നായകൻ, നായിക ഇവർക്ക് മാത്രം ലക്ഷറിയായ ഭക്ഷണമായിരുന്നു അക്കാലത്ത്. ക്യാമറാമാനടക്കം പ്രധാന ടെക്നീഷ്യന്മാർക്കും മറ്റ് നടീനടന്മാർക്കും ഉൾപ്പെടെ മറ്റൊരു തരത്തിലുള്ള ഭക്ഷണം. അസിസ്റ്റൻ്റുമാർക്കും ചെറിയ വേഷക്കാർക്കുമൊക്കെ മൂന്നാം തരത്തിലുള്ള ഒരു ഭക്ഷണം. ഒരു അണ്ടാവിൽ കരിങ്ങാലിപ്പൊടിയോ എന്തോ ഇട്ട് വെള്ളം തിളപ്പിച്ചിടും. ഒരു വലിയ അണ്ടാവ് നിറച്ച്, കൂട്ടുവോ നിറച്ച്. ദാഹം വരുന്നവൻ കോരി കുടിച്ചോളണം. ഒരക്ഷരം എതിർവാ പറയില്ല. പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ പറഞ്ഞാൽ അവൾ പിന്നെ സ്റ്റുഡിയോയുടെ നീല ഗേറ്റിന് വെളിയിൽ, അകത്ത് കയറ്റില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ സിനിമ എടുക്കുന്നവർക്ക് വിലയുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. ഇന്നോ ഒരേ ഭക്ഷണം, മോശമല്ലാത്ത ശമ്പളം, സ്വാതന്ത്ര്യം. അപ്പോഴെന്ത് പറ്റി? ആർക്കും ആരെയും പേടിയില്ലാണ്ടായി. അനുഭവത്തിൽ നിന്നും ഈ പ്രശസ്ത നിർമ്മാതാവിൻ്റെ, സംവിധായകൻ്റെ മകൻ്റെ ചോദ്യം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഇന്ന് നിർമ്മാതാവുണ്ടോ? സംവിധായകനുണ്ടോ? എല്ലാവരും ബെർമുടയും ഇട്ട് തലയിൽ എന്താ പറയുക ബോയും വെച്ച് കട്ടി കണ്ണട അതിൻ്റെ മുകളിലും വെച്ച് പരസ്പരം അളിയാന്ന് വിളിച്ച് ഒന്നിച്ചല്ലേ വലിയും കുടിയൊക്കെ. തോന്നുമ്പോൾ വരും, തോന്നിയതുപോലെ എടുക്കും, അങ്ങനെ പോവും. ആൾക്കൂട്ടം നടനായി വരുന്നവർ പോലും
ആൾക്കൂട്ടത്തിന് ഈ എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞ കേസ് കൊടുക്കും. എക്സ്ട്രാ ആർട്ടിസ്റ്റുകളല്ലോ അവർ, സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് എന്നൊക്കെയല്ലേ പറയണേ. അങ്ങനെ വരുന്നവർ പോലും കസേര വലിച്ചിട്ട് സംവിധായകൻ്റെ മുന്നിൽ കാലിന്മേൽ കാലിട്ടിരിക്കുന്ന കാലമാണ്. ഞാൻ ഒരുപാടിടത്ത് അത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന ഒരു എക്സ്ട്രാ നടൻ്റെ രോഷവും വർത്തമാനത്തിലെ ധാർഷ്ട്യവും കേട്ടപ്പോഴാണ്. ഞാൻ കുറേ നേരം ഒരു 5-6 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കണ്ടു. നമ്മുടെ സിനിമ പോകുന്ന പോക്ക് നോക്കണേ. ഹർഷി അശോകൻ്റെ മകൻ അർജുൻ അശോകൻ നായകനാകുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് രോഷപ്രകടനം നടത്തുന്നത്. യവനിപ്പോൾ ഒരുപാട് സിനിമയുണ്ട്. യവൻ ആരെന്നറിയാം? ഹർഷി അശോകൻ്റെ മകനെ പറയാണ്. യവനിപ്പോൾ ഒരുപാട് സിനിമയുണ്ട്. സുരേഷ് ഗോപിയുടെ മകനടക്കം അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മക്കളടക്കം ഏത് സെറ്റിൽ ചെന്നാലും ജൂനിയർ ആർട്ടിസ്റ്റായി ചെന്നാൽ സിനിമാ നടന്മാരെ മക്കളെ കാണാനുള്ളൂ. ഇതാണ് ആ പ്രധാന പരാതി, ആ കക്ഷിയുടെ പരാതി അതാണ്. എവിടെ ചെന്നാലും ശ്രീനിവാസൻ്റെ മക്കൾ, ഹർഷി അശോകൻ്റെ മകൻ, സുരേഷ് ഗോപിയുടെ മക്കൾ, ഇങ്ങനെ മോഹൻലാലിൻ്റെ ഒന്നും അവൻ പറഞ്ഞില്ല. ഇങ്ങനെ എല്ലാ നടന്മാരുടെയും എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും പൃഥ്വിരാജിൽ നിൽക്കുന്ന ക്ലോസ് എടുക്കും. തിയേറ്ററിൽ ചെന്ന് വലിയ കാര്യത്തിൽ കാണാതിരിക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ മുഖം ബ്ലറായി കാണുമെന്ന്. കാരണം ഫോക്കസ് മുഴുവൻ പൃഥ്വിരാജിൻ്റെ മുഖത്തല്ലേ. പുറകെ നിൽക്കുന്നവനെ ക്ലോസപ്പിൽ കാണില്ല എന്ന് ഈ പയ്യൻ അറിയില്ലായിരിക്കാം. സെറ്റിൽ ചെന്നാൽ, ആഹാരത്തിന് ചെന്നാൽ, ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ നിൽക്കുന്ന പോലെ ക്യൂ ആണിപ്പോൾ. അതുപോലെ ആശുപത്രിയിൽ മരുന്നിന് നിൽക്കും പോലെ ക്യൂ ആയി നിൽക്കേണ്ട ഗതികേടിലാണ് നമ്മളെന്നാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നവൻ പറയുന്നത്. ആൾക്കൂട്ടത്തിൽ അഭിനയിക്കാൻ പോകുന്നവൻ പറയുന്ന രോഷമാണ്. നമ്മൾ ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആർക്കും പുല്ല് വിലയുമില്ല സെറ്റിൽ. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ സിനിമകൾ വിജയിക്കൂ. അവൻ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി. ആൾക്കൂട്ടമില്ലെങ്കിൽ സിനിമ വിജയിക്കില്ല എന്നാണ് അവൻ പറയുന്നത്. നമ്മൾ വെയിലത്ത് നിൽക്കുമ്പോൾ സിനിമാ നടന്മാരും അവൻ്റെയൊക്കെ മക്കളും കാരവാനിൽ പോയിരിക്കും. ഇപ്പോഴത്തെ ഈ ഹർഷി അശോകൻ്റെ മകൻ അഭിനയിക്കുന്ന അർജുൻ അശോകൻ അഭിനയിക്കുന്ന തലവര എന്ന് പറഞ്ഞ സിനിമയിൽ ഹർഷി അശോകൻ്റെ മകനെ നായകനാക്കാതെ എന്നെപ്പോലെ ഒരു പയ്യനെ ആ വേഷം കൊടുത്തിരുന്നെങ്കിൽ ഈ സമൂഹത്തിന്, സംവിധായകനും പ്രൊഡ്യൂസർക്കും വൻ പ്രചോദനമായെന്നെ. എനിക്ക് മനസ്സിലാവുള്ളത് എങ്ങനെയെന്ന്. കാശ് മുടക്കുന്നവൻ ഈ പോണ എവനെ പോലുള്ള പിച്ചക്കാരന്മാരെ വെച്ച് സിനിമ എടുക്കുമോ? പക്ഷേ ഞങ്ങൾക്കാരും ചാൻസ് കൊടുക്കില്ല. അവരവരുടെ കുടുംബത്തിലുള്ളവരെ വളർത്തിയെടുക്കാനേ ശ്രമിക്കും. ഈ തലവര എന്ന് പറഞ്ഞാൽ സിനിമ നിർമ്മിക്കുന്ന ആളോ, തലവര എന്ന് പറഞ്ഞ പടം സംവിധാനം ചെയ്യുന്ന ആളോ ഹർഷി അശോകൻ്റെ മകൻ അർജുൻ അശോകൻ്റെ ബന്ധുക്കളെ അല്ല. പക്ഷേ ഇവൻ പറയുന്നത് സിനിമാ നടന്മാരുടെയും നടികളുടെയൊക്കെ മക്കൾക്ക് ഇത് കിട്ടുള്ളൂ പറയുന്നത്. അവരുടെ കുടുംബത്തിലുള്ളവരെ വളർത്തിയെടുക്കാനേ ശ്രമിക്കൂ എന്നാണ് ഈ മഹാൻ പറയുന്നത്. മറ്റുള്ളവരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ബേസിൽ ജോസഫ് നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ചെറുപ്പക്കാരനാണല്ലോ. അയാൾ ആരാ, ഏത് സിനിമ നടനാണ് വളർത്തിയെടുത്തത് അയാളുടെ മോനായിട്ട് ദത്തെടുത്ത? ടൊവിനോ തോമസ്. ആരാ ടൊവിനോ തോമസിൻ്റെ ബന്ധുക്കൾ സിനിമയിലുള്ളത്? എനിക്കറിയില്ല. എന്തൊക്കെയോ വിളിച്ച് പറയുന്നു, തെറി ഇവനെയൊന്നും സെറ്റി കയറ്റരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരാളുടെ തലവര മാറുന്നതാണത്രേ ഈ അർജുൻ അശോകൻ്റെ ചിത്രത്തിൻ്റെ കഥ. തലവര മാറ്റാനായി ജൂനിയർ ആർട്ടിസ്റ്റുകളെ നായകന്മാരാക്കണം എന്നാണ് കക്ഷിയുടെ വാദം. ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു ജോജു എന്ന് ഈ വാചകടിക്കുന്നവന് അറിയാമോ എന്ന് എനിക്കറിയില്ല. അയാളൊരു ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. വർഷങ്ങളോളം ചെറിയ വേഷങ്ങളിൽ പോവുകയും അയാളെ എന്തോ ഇഷ്ടപ്പെട്ടിട്ട് മമ്മൂട്ടി വിളിച്ച് 2 ഡയലോഗുള്ള വേഷങ്ങൾ കൊടുക്കാൻ പറയുകയും അങ്ങനെ ഗ്രാജുവലായിട്ട് വന്ന ആളാണ് ജോജു. ഇപ്പോൾ ജോജുവിൻ്റെ തലവര മാറിയില്ലേ? അയാൾ കമൽഹാസൻ പോലും ജോജുവിനെ അഭിനന്ദിച്ച് സംസാരിക്കുന്നു. ജോജു സംവിധായകനായി, നിർമ്മാതാവായി. അതുപോലെ ശ്രമിക്കാനൊന്നും ഈ കക്ഷിക്ക് വയ്യ. ഉരുട്ടി വച്ച് തന്നാൽ തിന്നാം എന്നാണ് ഇയാളുടെ ഭാവവും തോന്നും. അല്ല, കഷ്ടപ്പെടാനൊന്നും വയ്യ. നടന്മാരുടെയൊക്കെ മക്കളെ ഉണ്ടാക്കി വലിയ മറ്റവന്മാരാക്കണം. ഞങ്ങളപ്പോൾ ഉള്ളവർക്ക് തരുന്നില്ല എന്ന് പറഞ്ഞ് വാചകം അടിച്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ എന്നുള്ളതല്ല. പിന്നെ ആകെയുള്ള എനിക്ക് തോന്നുന്നു മൂകാംബിയെ കുറി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേ ഉള്ളൂ. ഇയാൾ ചിലപ്പോൾ ഈ തലവര എന്നുള്ള ഈ ചിത്രത്തിൽ കുന്തം പിടിച്ച് നിൽക്കാൻ വന്നതായിരിക്കും. അങ്ങനെ ഷൂട്ടിംഗ് സെറ്റുകളിൽ വന്നിട്ട് എത്ര വിഷലിപ്തമായ
പണിയാകും ഇവനൊക്കെ ചെയ്തു വയ്ക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇതുപോലുള്ളവരെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈ ചെയ്യുന്നവരോട് പറയുക, ഇതുപോലുള്ള വിഷവിത്തുകളെ സെറ്റിലേക്ക് കൊണ്ടുവരരുതെന്ന് പറയുക. അത്രയും എനിക്ക് അവൻ്റെ ധാർമ്മിക രോഷമം കണ്ട തോന്നി. ഒരു നിലവാരവും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. അവൻ മറ്റവനെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെ മകൻ പ്രണവുള്ളതോ മമ്മൂട്ടിയുടെ മകൻ ദുൽഖറുള്ളതോ ഒന്നും അവൻ പറഞ്ഞില്ല എങ്കിൽ പോലും അതെല്ലാം ചേർത്താണ് അവൻ പറയുന്നത്. എത്ര വിവരക്കിടന്നാലോചിച്ചു. വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.